നമസ്കാരം LCHF, എന്തൊക്കെയുണ്ട് വിശേഷം? ഇനി ഞാൻ വന്നിട്ടുള്ളത് സമ്മിറ്റ് വിശേഷവുമായിട്ടുള്ളൊരു വീഡിയോ ആണ്. അന്നേ ദിവസം ഞങ്ങൾ നേരത്തെ അവിടെ എത്തിയിരുന്നു. അപ്പോൾ ഒരുപാട് ഫോളോവേഴ്സുമായി പരിചയപ്പെടാനും സംസാരിക്കാനും കഴിഞ്ഞു. കോഴിക്കോട് തന്നെ താമസിക്കുന്ന മിസ്റ്റർ മിർഷാജ് തന്റെ LCHF അനുഭവം പങ്കുവെക്കുന്നു. മിർഷാജ് അല്ലേ? എവിടെ വീടൊക്കെ? ഇവിടെ തൊട്ടടുത്തപ്പ ഈ കോമ്പൗണ്ടപ്പ. എത്ര വർഷം ഇത് ചെയ്യണേ? ഞാൻ 4 മാസം. 4 മാസം തുടങ്ങുമ്പോൾ എത്ര? 34 ഉള്ളത് ഇപ്പോൾ 30 ജീൻസാണ് എപ്പോട്ട്. പിന്നെ മരുന്നൊന്നും ഇതുവരെ കഴിച്ചിട്ടുമില്ല. ഞാനൊക്കെ രാവിലെ സുബഹിക്ക് എണീച്ച് കഴിഞ്ഞാൽ പുറത്തിറങ്ങി കഴിഞ്ഞാൽ പിന്നെ ഈ സമയം വീട്ടിൽ കയറി. അതുകൊണ്ട് ആ ഷുഗറൊക്കെ 180 ലെവലിൽ ഇങ്ങനെ നിന്ന് പോയി. പക്ഷെ വയറ് നല്ലോണ്ട്. പിന്നെ ഫുഡ് ഉച്ചക്ക് നല്ല ഫുഡ് കഴിക്കും. പണ്ട് ചോറും ബിരിയാണിയും ഒക്കെ നല്ല കഴിക്കും. രാത്രി പൊതുവെ പണ്ട് കഴിക്കാറില്ല. ഇപ്പോൾ ഭക്ഷണത്തിനോടൊന്നും ഒരു അറിയില്ല. പിന്നെ ഭക്ഷണമൊക്കെ വളരെ കൺട്രോൾഡാണ്. സമയമുണ്ട്. രാവിലെ ഞാൻ സുബഹി നിസ്കരിച്ച് വന്ന് ഒരു ബട്ടർ കോഫി കുടിച്ച് ഞാൻ യോഗ കഴിഞ്ഞ് തിരിച്ചെത്തുമ്പോൾ ഞാൻ 8:30 മണിയാവും. 8:30 മണിക്ക് എൻ്റെ വൈഫ് സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് ഉറങ്ങായിരിക്കും ഉണ്ടാവും. വൈഫ് എണീറ്റ് വരുമ്പോൾ ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. വളരെ സമയമുണ്ട്. ഞാൻ ബസ്സിന്റെ പരിപാടിയാണ്. ബാംഗ്ലൂർ ബസ് സർവീസ് നടത്തുന്നത്. യാത്രയിലാകുമ്പോൾ ഞാൻ ബീഫ് ഫ്രൈ ഒക്കെ ആക്കി. കാറിലെപ്പോഴും ബട്ടർ അമൂലിന്റെ ബട്ടർ ആകുമ്പോൾ ഇതിലുണ്ട്, എന്തായാലും കപ്പിലുണ്ടാവും. അത് ഏതെങ്കിലും ഒരു കോഫി കയറിയിട്ട് അമേരിക്കാനോ വാങ്ങും. ബട്ടർ ഇട്ട് കുടിക്കും. അപ്പൊ അവിടുന്ന് ആൾക്കാർ ഇങ്ങനെ നോക്കും. മാസം ഞാൻ ദുബായി പോയി. എയർപോർട്ടിൽ രാവിലെ 9:30 ഫ്ലൈറ്റാണ്. രാവിലെ എത്തി. അവിടുത്തെ ഒരു എയർപോർട്ടിന് മേലുള്ള ഇവിടുന്ന് ഞാൻ ബട്ടർ തരുമോ ചോദിച്ചപ്പോൾ ആദ്യം ഇല്ല എന്നൊക്കെ പറഞ്ഞു. പിന്നെ തന്ന് കുടിച്ച് ഒരു കോഫിയും ബട്ടറും പിന്നെ കുറച്ച് നട്ട്സ് ഉണ്ട്, അതും വാങ്ങി കഴിച്ചു. അപ്പോൾ അവിടെയുള്ള മാനേജർ വന്ന് ചോദിച്ചു, ഇത് നിങ്ങൾ വെറുതെ എനിക്കിപ്പോൾ ഷാർജ വരെ എത്തും, നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നത്. ഞാൻ പറഞ്ഞ ഇതാണിപ്പോൾ ഞാൻ എൻ്റെ ഡയറ്റ്. ഏതായാലും രോഗങ്ങളൊന്നും ഇല്ലാതെ ആശുപത്രിയും മരുന്നും ഡയാലിസിസും ഇല്ലാതെ സമാധാനത്തോടെ ജീവിക്കാം. നമുക്ക് ഷുഗർ കൊണ്ട് കിഡ്നി 2 ഫെയിലറായിട്ട് 4 വർഷം ഡയാലിസിസ് ചെയ്തു. 4 വർഷം നമ്മൾ വീട്ടിൽ നിന്ന് ചെയ്തു. സ്വന്തമായി കുറേ പൈസ അങ്ങനെ പോയി. അന്ന് മുതലേ ഡയറ്റിനെ പറ്റിയിട്ട് ഇങ്ങനെ വളരെ സ്ട്രിക്റ്റ്. നമ്മൾ എന്തായാലും പടച്ചവൻ സഹായിച്ചിട്ട് ഇനിയൊരു ബുദ്ധിമുട്ടുകളൊന്നും വരാതെ നമ്മൾ ശരിക്കും നോമ്പിന് നമ്മൾ ശരിക്കും ഈ ഡയറ്റിലേക്ക് പോകുന്നുണ്ട്, ഡീറ്റോൺസിലേക്ക് പോകുന്നുണ്ട്. പക്ഷെ നമ്മളെന്താ ചെയ്യണേ, കൊടുത്തു കഴിഞ്ഞാൽ തുടങ്ങില്ലേ, അതുകൊണ്ടാണ് ഇതിന്റെ എഫക്ട് അറിയാം. ഈ എന്താണ് റംസാനിൽ നോമ്പ് എടുക്കുന്ന ആൾക്കാർക്ക് ഡയബറ്റിക്സ് കുറയുണ്ട്. പക്ഷെ അത് പിന്നെ ഈ നമ്മള് രാത്രി പിന്നെ സുബഹി വരെ നല്ല കഴിക്കാണ്. അതിന് നിയന്ത്രണം ഇല്ല. ഞാൻ ഈ നോമ്പെടുത്തിട്ടുണ്ട്. ഈ 4 മാസത്തിൽ നോമ്പെടുത്തിട്ടുണ്ട്. ഞാൻ നോമ്പെടുത്തപ്പോ ശരിക്കും നല്ല സുഖം. നോമ്പിൽ സുഖം. ബട്ടർ കോഫി ബിരിയാണി നിന്നിട്ട് 4 മാസം. നെയ്ച്ചോറ് വന്നിട്ട് ഇവിടെ കോഴിക്കോട് ആഴ്ചക്ക് 4-5 കല്യാണം ഉണ്ടാവും. രാവിലെ ഉച്ചക്ക് രാത്രി 3 നേരം. എല്ലാവരും പറയുന്നത് ഡയറ്റ് ഫോളോ ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ ഭക്ഷണത്തെ കൺട്രോൾ ചെയ്യുമ്പോൾ അങ്ങനത്തെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ? ഡയറ്റ് ഞാൻ ശരിക്കും ആസ്വദിച്ച് ഇതാണ്. ഞാൻ തന്നെ ഫുഡ് ഉണ്ടാക്കി, ഞാൻ തന്നെ ഓരോ ദിവസവും ഉണ്ടാക്കുന്ന ഫുഡും കഴിക്കുന്ന ഫുഡും ഞാൻ ഫോട്ടോ എടുത്തില്ല. ഞാൻ ശരിക്കും എൻജോയ് ചെയ്തിട്ടാണ്. നല്ല ആരോഗ്യത്തോടു കൂടി ദീർഘായുസ്സും ആഫിയത്തും തരട്ടെ. അസ്സലാമു അലൈക്കും.